ഹായ് ഡിയേഴ്സ്, ഇന്നൊരു കാച്ചെണ്ണയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇടുന്ന എല്ലാ ഐറ്റംസും വീട്ടിന് ചുറ്റും നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു എണ്ണ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് ആദ്യം തന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതിനുശേഷം ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ, അതുപോലെ പേരയില, ചെമ്പരത്തിയില, തുളസിത്തണ്ട്, അതേപോലെ തന്നെ കറിവേപ്പില, അതുപോലെ തുളസിയുടെ ഇല, ഇതൊക്കെയാണ് ചേർക്കുന്നത്. ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാ എണ്ണകളും ചേർക്കുന്നത് തന്നെയാണ്. എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകമായിരിക്കും. വലിയ വില കൊടുത്ത് നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന എണ്ണകളും അല്ലെങ്കിൽ ബോട്ടിൽ കിട്ടുന്ന എണ്ണകളൊക്കെ വാങ്ങിച്ച് തേക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്താൽ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. സ്ഥിരമായി തേച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും. വലിയ പനങ്കുല പോലെയൊന്നും പറയുന്നില്ല, എന്നാലും സ്ഥിരമായി ഉപയോഗിച്ചാൽ കൊഴിഞ്ഞ മുടി വീണ്ടും വരും, നല്ല കട്ടിയുള്ള മുടി കിട്ടും, നല്ല കറുപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണ ചൂടായി നോക്കാൻ എന്തെങ്കിലും ഒന്ന് തുളസിയുടെ തണ്ടോ എന്തെങ്കിലും ഒന്ന് ഇട്ട് നോക്കുക. അപ്പോൾ നല്ല പൊരിഞ്ഞ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് എണ്ണ ചൂടായി എന്നർത്ഥം. അപ്പോൾ ആദ്യം തന്നെ തുളസിയുടെ തണ്ടാണ് ചേർക്കുന്നത്. നന്നായിട്ട് ആവേണ്ടതുകൊണ്ട് ആദ്യം ഇത് ചേർക്കുകയാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രം എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ ഐറ്റംസായത് ഇതിലിട്ട് കൊടുക്കുക. ചെമ്പരത്തി പൂവിൻ്റെ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ടങ്ങ് തിളപ്പിക്കാന്ന് വെച്ചാൽ തിളച്ച് ചെറിയ തീയിൽ അതങ്ങ് ചൂടായി വരട്ടെ. ഒരുപാട് തീയിലാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞും പോവും, എണ്ണ വറ്റിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള തീയിൽ അത് മെല്ലെ മെല്ലെ ആയി വരട്ടെ. അപ്പോൾ ഇത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തുളസിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്പരത്തിയുടെ ഇലയും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ചെമ്പരത്തിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്പരത്തി ഇലയും പൂവും എല്ലാം നമ്മുടെ മുടിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. പണ്ട് നമ്മൾ താളിക്ക് ഉണ്ടാക്കി തേക്കുന്നില്ല, അതുപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് കാച്ചിയെടുത്ത് തേച്ചാലും വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുന്ന തുളസി ഇലയാണ്. എല്ലാം കൂടി ഇട്ടുകൊടുത്ത് ചെറിയ തീയിലങ്ങനെയൊന്ന് ചൂടാക്കിയെടുക്കാം. ഏകദേശം എല്ലാം ഒന്ന് പാകമായി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ നിറമാവുന്നവരെ, ഈ സംഭവങ്ങളിട്ട് എല്ലാം കൂടി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറിയ തീയിൽ നമ്മളൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ദിവസം ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. പിറ്റേന്ന് നമ്മളിത് അരിച്ചെടുത്തിട്ട് കുപ്പിയിലേക്ക് മാറ്റിയാൽ മതി. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് തന്നെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, നന്നായിട്ട് തണുക്കട്ടെ. അതിനുശേഷം ഇതൊരു തുണിയിൽ അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിൽ, അതായത് കുപ്പിയുടെ ചില്ലിൻ്റെ കുപ്പിയിൽ ആക്കിയിട്ട് വെച്ച് ദിവസം ഉപയോഗിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും മുടിക്ക്. മുടി മുമ്പ് ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോയവർക്കൊക്കെ വീണ്ടും പുതിയ മുടി വരും. അതുപോലെ ഉള്ളത് തന്നെ നല്ല കറുത്ത മുടി കിട്ടും. കറിവേപ്പിലൊക്കെ വളരെ നല്ലതാണ് മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. നമ്മൾ വീട്ടിൽ ഇത് തയ്യാറാക്കിയിട്ട് സ്ഥിരം തേക്കുന്നതാണ്, അതൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം നല്ല എണ്ണ, നല്ല സ്മെല്ലായിരിക്കും. അപ്പം നല്ല ഒരു കാച്ചെണ്ണ നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദിവസവും ഉപയോഗിക്കുക. കുറച്ച് ദിവസം ഉപയോഗിക്കുന്നതാകുമ്പോൾ ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ മുടിക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഒരുപാട് തേക്കണം എന്നല്ല, എന്നാലും മുടിക്കൊരു ഇത് ഉള്ളിൻ്റെ തലയൊട്ടിക്കും തലയുടെ മുടിയിഴകളിലും തേച്ച് കൊടുത്താലേ നമുക്ക് മുടിക്ക് നല്ല മാറ്റം വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.